ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇന്ന് ഈ പുതിയ ദിവസം കർത്താവിന്റെ മുഖത്തേക്ക് തല ഉയർത്തിപ്പിടിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. അവനിലോട്ട് നോക്കുന്ന എല്ലാവരും പ്രകാശിതരായി തീരും. ഒരു വ്യക്തിയുടെയും മുഖം ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. വി ആർ സ്പെൻഡിങ് വാല്യൂ ടൈം വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഈ ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൽ ഒന്നിച്ചു കൂടി വരുമ്പം എനിക്കൊരു കാര്യം അറിയാം. നിശ്ചയമായിട്ടും ഒരു അൺഐഡന്റിഫൈഡ് ഐഡിയിൽ നമ്മുടെ കർത്താവ് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ നാമത്തിൽ നിങ്ങൾ 2 or 3 പേര് എവിടെ കൂടിയാലും ഞാൻ അതിന്റെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് അതിന്റെ മധ്യത്തിലുണ്ട്. നിശ്ചയമായിട്ടും ഹൃദയങ്ങളെ പരിശോധിക്കും. നിശ്ചയമായിട്ടും ഹൃദയങ്ങളുടെ ആവശ്യങ്ങളും ഹൃദയങ്ങളുടെ നോവും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ അറിയുന്ന കർത്താവ് നിശ്ചയമായിട്ടും അത് നൽകി തരിക തന്നെ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൽ സ്വാഗതം അറിയിക്കുന്നു, കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. നമ്മളെ എത്ര അത്ഭുതകരമായി ഓരോ ദിവസവും കർത്താവ് നടത്തുന്നു. അതിനായിട്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു എന്നൊരു വാക്ക് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ പാപങ്ങളെ ഒന്നും നോക്കാതെ തന്റെ ജീവൻ കൊടുത്ത് തന്റെ സ്വന്തം രക്തം ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവ് അവനോടുകൂടെ സകലതും സൗജന്യമായി തരാതിരിക്കുമോ എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് വഴികളും വാതിലുകളും തുറക്കും. കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും കർത്താവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചും അനുഗ്രഹം വേണമെന്നും ഒക്കെ ആഗ്രഹിച്ച നമ്മളും കർത്താവിന്റെ കൂടെ നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ അതാ നമുക്ക് വിടുതൽ വേണം. എന്റെ ജീവിതത്തിൽ പറയുവാണെങ്കിൽ കടഭാരം മാറണം, രോഗം മാറണം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു കർത്താവിനെ അറിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പം കർത്താവിനോടുള്ള സ്നേഹമായി. കർത്താവ് ഇനി എന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ പ്രവർത്തിച്ചില്ലേലും അതേ സ്നേഹവും അതേ ആ സ്നേഹത്തിന് ഒരു കുറവും വരത്തില്ല. നീ കർത്താവിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ചിന്ത നമുക്ക് കർത്താവിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള ചിന്തയാണ്. ഇന്ന് നമ്മൾ കാലങ്ങൾ മാറിക്കഴിഞ്ഞപ്പം കർത്താവിനെ കൂടുതൽ ആഴമായി മനസ്സിലാക്കിയപ്പം ഒരു കാര്യം പിടികെട്ടി, നോക്ക് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇന്ന് നമുക്കൊരു കാര്യം, നമ്മുടെ ഫോക്കസ് എന്ത് കൊടുക്കാം എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അതൊക്കെ ഉണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ലാതില്ല. അത് നമ്മുടെ അവസാന ദിവസം എല്ലാത്തിനും. പക്ഷെ അതൊന്ന് താമസിച്ചാലോ, അതൊന്ന് കുറച്ച് നീണ്ടുപോയാലോ ഒന്നിനും പരാതിയില്ലാതെ ഒന്നിരിക്കാൻ, ഒന്നുമില്ലാതെ ഇരിക്കാൻ, അതിനാ കൃപ വേണ്ടിയത്. അതാ കർത്താവിനോടുള്ള സ്നേഹമാ. എന്താ അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോ ആ പിറുപിറുപ്പും എന്താണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത് നടക്കാത്ത, എന്താ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ ജീവിതത്തിൽ വിടുതലില്ലാത്ത, എന്താ കർത്താവ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പിറുപിറുപ്പും എല്ലാം ഒന്ന് നിർത്തി. ഞാൻ പലപ്പോഴും പറയില്ലേ, ഫ്ലൈ ഓവർ ബ്ലെസ്സിങ്. ഇതിന്റെ മേൽ വിഷയങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ ഈ പൗലോസ് പറഞ്ഞ പോലെ, പൗലോസിനോട് ദൈവം പറഞ്ഞ പോലെ എന്റെ കൃപ നിനക്ക് മതി. വിഷയം കാണുമായിരിക്കാം, എന്നാൽ അതിന്റെ മുകളിൽ കൂടെ നടത്താൻ എന്റെ കർത്താവ് മതിയായി. ആ വിഷയം അവിടുന്ന് ഉണ്ടെന്ന് പോലും നമ്മൾ അറിയാതെ വണ്ണം അതിന്റെ മുകളിൽ കൂടെ, ഞാനെപ്പോഴും അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫ്ലൈ ഓവർ ബ്ലെസ്സിങ്. ഫ്ലൈ ഓവർ പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒത്തിരി ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, പക്ഷെ മേളിൽ കൂടെ പോകുന്ന ആരും അത് അറിയുന്നില്ല. അപ്പം ഫ്ലൈ ഓവർ ബ്ലെസ്സിങ് ഉണ്ട്, കൃപയുണ്ട്, അതിന്റെ മേളിൽ കൂടെ കർത്താവ് നടത്താൻ കർത്താവ് മതിയായി. ഈ ദിവസങ്ങളിൽ അത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല? വേണ്ട വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 യോഹന്നാൻ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക, പ്രിയനെ 3:3
3:2 സോറി, രണ്ടാം വാക്യം. ഞാൻ അതെറ്റിച്ച്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന അല്ല, അങ്ങനെ ഒരു വചനം ബൈബിളിൽ ഉണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. എല്ലാ മേഖലയിലും സുഖവും ശുഭവുമായിട്ട് ഇരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടിയ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ 3-4 കാര്യങ്ങൾ ചിന്തിച്ചു, 2-3 കാര്യങ്ങൾ ചിന്തിച്ചു. ഇന്നും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ സുഖവും സുഖവും അനുഭവിക്കാൻ കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ദൈവഭയം വേണം, നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ നടക്കണം, ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം, പീസ്, ബന്ധങ്ങളിലുള്ള സമാധാനം ഉണ്ടായിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നും പൂർണ്ണമായി അനുസരിക്കാൻ എന്നെ കൊണ്ട് ഞാൻ സാധിച്ചാൽ നടക്കത്തില്ല. പക്ഷെ ഒരു പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത പലതും പരിശുദ്ധാത്മാവിന് നമ്മളെ കൊണ്ട് സാധിപ്പിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതം ഒന്ന് വിട്ടുകൊടുത്താൽ, പരിശുദ്ധാത്മാവെ ഈ പറയുന്നത് പോലെ ഈ വചനമൊക്കെ അനുസരിച്ച് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇസ്രായേൽ മക്കള് ദൈവം വാഗ്ദത്തം എല്ലാം കൊടുത്തു, കനാൻ ദേശത്ത് നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന എല്ലാ സമൃദ്ധിയും ഉണ്ടായിരിക്കുന്ന ആ കനാനിലേക്ക് അവരെ നടത്തുക. പക്ഷെ വഴിയിൽ അവരുടെ പെറുപെറുപ്പും കുറ്റം പറച്ചിലും ശകലം ഒന്ന് കണ്ടില്ലെങ്കിൽ ഉടനെ അവർ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് പോകുകയും ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിക്കില്ല. അവരുടെ അനുസരണക്കേട്, നമ്മൾ പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ അതിൽ നിന്ന് അവരുടെ അനുസരണക്കേട്, കർത്താവ് പിന്നെ അവരോട് ദൈവം അവരുടെ പുറകെ നടക്കുക, അങ്ങനെ ചെയ്തു. മോശ അവരോട് പറയാ അങ്ങനെ ചെയ്യരുത്. പക്ഷെ അവര് ഒരു ശകലം ഇറച്ചി കിട്ടിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അത് ഒരു പിറുപിറുപ്പാ. വെള്ളം കിട്ടിയില്ല, വെള്ളം ഇച്ചിരി കണ്ടില്ലെങ്കിൽ, പക്ഷെ വിളിച്ച ഒരു കർത്താവുണ്ട്, ഒരു ദൈവമുണ്ട്. എന്റെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് വിടുതൽ തരാൻ എന്റെ കർത്താവ് ഉണ്ടെന്നുള്ള ആ ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവര് പിറുപിറുക്കത്തില്ലായിരുന്നു. വചനം വായിച്ച്, പഴയ നിയമത്തിൽ വായിച്ച് മുമ്പോട്ട് വരുമ്പോ പറയുക, അവരുടെ പിറുപിറുപ്പും അനുസരണക്കേടും കാരണം അവർക്ക് ആ കനാൻ കാണാൻ പോലും, അതിൽ കയറാൻ പോലും സാധിച്ചില്ലെന്ന്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും പുതിയ നിയമത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എല്ലാം സൗജന്യമായി ആ ക്രൂശിൽ നേടിത്തന്ന ഒരു യേശു ഉണ്ടെന്ന് നമ്മൾ വരച്ച് കാട്ടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതും വിടാനും പലതും മറക്കാനും പലതും ക്ഷമിക്കാനും ഒക്കെയുണ്ട്. നമ്മൾ പെറുപെറുക്കാതെ ആ കർത്താവിന്റെ വചനത്തിൽ അനുസരിച്ച് വിശ്വസിച്ച് മുറുകെ പിടിച്ച് ആ കർത്താവിലേക്ക് നോക്കി, പല കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും, അസാധ്യങ്ങളൊക്കെ വരുമായിരിക്കാം. പക്ഷെ അതിനെ സാധ്യമാക്കാൻ പരിശുദ്ധാത്മാവെന്ന സഹായനെ അവർക്കന്ന് അതില്ലായിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനമില്ലായിരുന്നു. ഇന്ന് നമുക്ക് നമ്മളെ നടത്താൻ പരിശുദ്ധാത്മാവെന്ന ദാനമുണ്ട്. അതുകൊണ്ട് ആ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ആ കർത്താവിന്റെ കൂടെ പോകുവാൻ ഈ വചനമൊക്കെ അനുസരിക്കുമ്പോൾ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആ സ്വർഗരാജ്യത്തിന് അവകാശിയായി ആ കർത്താവിന്റെ കൂടെ ആ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും കൂടെ നമുക്ക് നമ്മളെ ഒരുക്കാം. ആ കർത്താവിലേക്ക് നോക്കാം. എല്ലാ പെറുപെറുപ്പും എല്ലാ വാദവും എല്ലാ കുറ്റപ്പെടുത്തലും എല്ലാ ഇതും ഒന്ന് വിട്ട് നന്ദി എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം ഉണ്ടായിരിക്കാം, പ്രതികൂലം ഉണ്ടായി, കർത്താവെ നന്ദി. നടത്തിയ വിധങ്ങൾക്കായിട്ട് ഇന്നലകളിൽ നമ്മളെ നടത്തിയതൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഏതെല്ലാം സാഹചര്യത്തിൽ നിന്ന് നമ്മളെ കർത്താവ് എടുത്തുയർത്തി, അല്ലെങ്കിൽ ആ ലജ്ജിച്ചു പോകുന്ന സമയങ്ങളിൽ കർത്താവിന്റെ കരം കൂടെ ഇരുന്നില്ലേ? എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തി. ആ കർത്താവിന് നന്ദി എന്നല്ലാതെ നമുക്ക് എന്താ പറയാനുള്ള? ഇന്ന് നമുക്ക് വേറൊരു കാര്യങ്ങളും കൂടെ ചിന്തിക്കുകയായിരിക്കാം, എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, ഈ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. പക്ഷെ അതിനു മുമ്പായി പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ എന്നെ ഒന്ന് മാറ്റണേ പരിശുദ്ധാത്മാവെ. വാസ്തവമായിട്ട് എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്.
പലപ്പോഴും എനിക്കത് സാധിക്കുന്നില്ല പരിശുദ്ധാത്മാവെ. ഈ വചനം അനുസരിക്കാനോ ഈ വചനത്തിൽ പറയുന്നത് പോലെ വിശ്വസിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊന്ന് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ഈ വചനം ഒന്ന് കേട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെയും തലമുറകളുടെയും അനുഗ്രഹത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമായിരിക്കും. ആ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറമായിട്ട് നടത്താൻ എൻ്റെ കർത്താവ് മതിയായവന്. അവനല്ല അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് ഷീന പറഞ്ഞതുപോലെ ലെറ്റ് us have a short prayer. ഒരു പേഴ്സണൽ പ്രെയർ ആണ് ഇത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്ന് നെഞ്ചിനോട് ചേർത്ത് കൈയൊന്ന് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, കൃപ തരണമേ, എന്നെ കർത്താവ് സഹായിക്കണമേ, വിശ്വാസത്തിന്റെ ആത്മാവിനെ അവിടുന്ന് എനിക്ക് പകരണമേ. എവിടെയെങ്കിലുമൊക്കെ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു മൈ ഫാദർ. ആ കേൾക്കുന്ന വചനം അത് അതുപോലെ തന്നെ ഏറ്റെടുക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കണം. അതാണ് ദൈവ ഇഷ്ടം. അതാണ് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം. എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ച പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും നമ്മുടെ സമാധാനത്തിലും നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും ഞാനും നിങ്ങളും എക്സൽ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ, എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അല്ലെങ്കിൽ എങ്ങനെ ഉയർച്ച പ്രാപിക്കാം, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒന്ന് ദ ഫിയർ ഓഫ് ഗോഡ്. ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് എ ലവ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. രണ്ടാമത് ട്രൂത്ത്ഫുൾനെസ്, നേരോടെ ജീവിക്കുന്നത്. ഇത് കഴിഞ്ഞ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട്, ട്രൂത്ത്ഫുൾനെസ് ആയിരുന്നു. മൂന്നാമത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, പീസ് ഇൻ അവർ റിലേഷൻ, നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ മറ്റുള്ളവരോട് പിണക്കവും ഭാരവും വൈരാഗ്യവും ഒക്കെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കും. ഇതെല്ലാം, ഈ ത്രാഷൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രീസ്. എന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കുകയല്ല, അതിനെ എന്ത് ചെയ്യുക, നമുക്ക് കളയാൻ നമുക്ക് സാധിക്കും. അത് വെച്ചുകൊണ്ടിരിക്കുമ്പം പ്രീസ്, പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് വേദനയിലായിരിക്കും. പക്ഷെ വേദനയിലല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സന്തോഷത്തിൽ ജീവിക്കണം. കർത്താവിനോടുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും വേണം നമ്മൾ ജീവിക്കുവാൻ. പലപ്പോഴും ഒരാളെ കാണുമ്പോൾ നമ്മുടെ അകത്ത് വേദന വരികയാണ്, ഒരാളെ കാണുമ്പോൾ അവർ ചെയ്തത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇന്നത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ക്രോൾ, സെലക്ട് ആൻഡ് ഡിലീറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് എവിടെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് അതിനെ സെലക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിന് വേസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കേട്ടാൽ മതി, അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പീസ് ഇൻ അവർ റിലേഷൻ. നാലാമതൊരു കാര്യം നമ്മൾ ചിന്തിച്ചത് ഒബീഡിയൻസ് ആയിരുന്നു, അനുസരണം. എന്തിനോടുള്ള അനുസരണം? ദൈവവചനത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള കീഴ്പ്പെടൽ, നമ്മളെ നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. ആ അനുസരണം ഇറ്റ് ഡെഫിനറ്റ്ലി ബ്രിങ്സ് ബ്ലെസ്സിങ്. ഇന്ന് ഒരു കാര്യം ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, നോക്ക്, ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യരുത്, കോംപ്രമൈസ്. നോക്ക്, വിശ്വാസത്തിന് നേരെ വെല്ലുവിളികൾ വരുന്ന സമയങ്ങളുണ്ട് പ്ലീസ്. എന്നാൽ വിശ്വാസത്തെ വെല്ലുവിളിക്കുമ്പോൾ തന്നെ നിന്റെ ചിലപ്പം ചോദിക്കും, നീ വിശ്വസിച്ചിട്ട് എന്തായി എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയങ്ങൾ നമ്മുടെ ഉള്ളിൽ പലരും ചോദിക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നത് അല്ലേ, വരാറില്ലേ? ഞാൻ ഇത്രയും നാളായി ഞാൻ വിശ്വസിച്ചിട്ട്, ഇത്രയും നാളായി ഇറങ്ങി തിരിച്ചിട്ട്, എന്നിട്ട് എൻ്റെ ഈ കാര്യം മാത്രം നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന സമയങ്ങൾ വരും. പ്ലീസ്, ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ നമുക്കൊരു കുറിവാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹോംവർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ
നോക്ക്, എന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാണ്. ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ഹോളി സ്പിരിറ്റ്. ഷീന മുമ്പേ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവാം ദൈവമാണ് ഈ കാലഘട്ടത്തിൽ എന്നെ നടത്തുക. ആത്മാവ് നടത്തപ്പെടാൻ തുടങ്ങുമ്പം നമുക്ക് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെട്ട് നമ്മൾ നിൽക്കത്തില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം വാക്യത്തിലേക്ക്, 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നോക്ക്, ഏറ്റവും ഭയപ്പെട്ട് ആകുലപ്പെട്ട് എല്ലാരെയും ഭയന്ന് അടച്ചിട്ടിരുന്ന മുറിയിലിരുന്ന പത്രോസാണ്. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഓടിയതാണ്. പിന്നെ മീൻ പിടിക്കാൻ ഓടിയ പത്രോസാണ്. നോക്ക്, കർത്താവ് അവരെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പം അവരാള് മാറുന്നത് പോലെ അവരാള് മാറി. ഏത് പട്ടണത്തിൽ അവരെ കൊല്ലുമെന്ന് പറഞ്ഞോ, ഏത് പട്ടണത്തെ കുറിച്ച് അവർ, ഏത് വ്യക്തികളെ കുറിച്ച് അവർ ഭയപ്പെട്ടോ, അവരുടെ മധ്യത്തിൽ ഇറങ്ങി നിന്ന് അവര് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുകയാണ്. അവര് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച. അവരോട് കൈ ചൂണ്ടി പ്രസംഗിക്കാൻ പോലും ഭയമില്ലാത്ത രീതിയിൽ അവരുടെ ഭയത്തെ എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. അപ്പം നോക്ക്, എന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വീടാണ് എന്റെ ശരീരം. നോക്ക്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ബോധത്തിൽ വിടാം. ഇവിടെ ദൈവവചനം പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. നോക്ക്, ഒന്ന് നമ്മുടെ ഇത് ഹോളി സ്പിരിറ്റ് വസിക്കുന്ന മന്ദിരമായതുകൊണ്ട് ഈ മന്ദിരത്തെ എന്ത് ചെയ്യണം? വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. നോക്ക്, നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ വസിക്കുന്ന കർത്താവാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പം അങ്ങനെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതാണ് എന്റെ ശരീരം. ഈ ടെമ്പിൾ മലിനതയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഇവിടെ ദൈവവചനം പറയുകയാണ്, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിട്ടുണ്ടോ? കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണോ? കർത്താവിന് നിശ്ചയമായിട്ട് നമ്മളെ ഇഷ്ടമാണ്. കർത്താവിന് ഇഷ്ടമായതുകൊണ്ടാണ് എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത്. പലരുടെയും ഒരു ചോദ്യം, ദൈവത്തിന് ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ അല്ല, ദൈവത്തിന് എന്നോട് ഇഷ്ടമാണ്. ദൈവത്തിന് ഇഷ്ടത്തെക്കാൾ ഇഷ്ടമില്ല. തോമസ് പറയും, ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ സ്നേഹമാണ്. God loves you. തോമസുകാർ ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടാൻ എന്നാ കയ്യിലുണ്ട്? നിങ്ങളുടെ കൈ, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ വല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടോ? പ്ലീസ്, ദൈവത്തിന് പല കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ല, പക്ഷെ ദൈവത്തിന് എന്നോട് സ്നേഹമാണ്. പ്ലീസ് നോക്ക്, ആ കാൽവറി ക്രൂശിൽ സ്വന്തം പുത്രനെ യാഗമാക്കിയത് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ക്രൂശിൽ കർത്താവ് പ്രദർശിപ്പിക്കുകയാണ്. കർത്താവിന് എന്തുമാത്രം എന്നോട് സ്നേഹമാണെന്ന് ചോദിച്ചാൽ കാൽവറി ക്രൂശ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ദിസ് മച്ച് ഐ ലവ് യു. ഞാൻ പറയും, ചത്തുകളയുന്ന സ്നേഹം, എനിക്ക് വേണ്ടി മരിക്കുന്ന സ്നേഹം, അതാണ് ദൈവത്തിന് എന്നോടുള്ള സ്നേഹം. അപ്പം പ്ലീസ്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ഉത്തരവാദിത്വം എന്താണ്? എന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. 2-ാം വാക്യം പറയുകയാണ്, അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപമാണ്. ഈ ലോകത്തിന്റെ പാറ്റേണിലോട്ട് ഈ ലോകത്തിന് ഒരു രീതിയുണ്ട്, ഈ ലോകം നടക്കുന്ന ഒരു വേ ഉണ്ട്. ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപരാണ്. നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തതാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് ദൈവരാജ്യത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവരാജ്യത്തിനൊരു പാറ്റേൺ ഉണ്ട്, ഈ ലോകത്തിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പൊ ദൈവവചനം ഓർപ്പിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിലെ പാറ്റേൺ, ഈ ലോകത്തിന്റെ മലിനത, ഈ ലോകം നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്ക് സുഖം തരുന്ന പല കാര്യങ്ങളുണ്ട്, ഈ ലോകം നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. നോക്ക്, ഒരു തിരിച്ചറിവ് എനിക്ക് വേണം. ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന ബോധ്യം, ആരാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന ഒരു ബോധ്യം, എന്റെ കർത്താവ് ആരാണെന്നുള്ള
ബോധ്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണെന്ന് ഉള്ള ബോധ്യത്തിൽ വേണം ഈ ഭൂമിയിൽ നടക്കുമ്പം. നോക്ക്, ദൈവവചനം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അവനായിരിക്കുന്നത് പോലെ തന്നെ നാമും ഈ ഭൂമിയിലാകുന്നു. കർത്താവ് നടന്നത് വിശുദ്ധിയോടെയാണ് കർത്താവ് നടന്നത്. അവനിൽ കള്ളമില്ലായിരുന്നു, അവനിൽ നുണയില്ലായിരുന്നു, അവനിൽ കപടമില്ലായിരുന്നു. അങ്ങനെ വിശുദ്ധിയോടെ അവനായിരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ ഭൂമിയിൽ നടക്കണമെന്ന് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ സ്റ്റാൻഡേർഡ് നമുക്ക് പലപ്പോഴും ആ സ്റ്റാൻഡേർഡ്, നമ്മൾ ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾ അഫ്ലിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയാണ് ദ ഹെൽപ്പർ ഹോളി സ്പിരിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു, ആ പരിശുദ്ധാത്മാവിന്റെ സഹായം, ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം. ആ പരിശുദ്ധാത്മാവിനെ ഈ നമ്മളെ കൊണ്ട് ചെയ്യാൻ മേലാത്ത പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടുകയല്ലേ, അല്ലെ? ഇപ്പൊ ഒരു ഉയരത്തിൽ ഒരു സാധനം ഇരിക്കുന്നു, ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ അത് എടുക്കാൻ സാധിക്കത്തില്ല, ഉടനെ പപ്പായെ വിളിക്കും, അല്ലെ മമ്മിയെ വിളിക്കും, അത് എനിക്കൊന്ന് എടുത്തതാ എന്ന് പറയും, അല്ലെ? മറ്റുള്ളവരുടെ സഹായം നമ്മൾ ചോദിക്കുന്ന പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടല്ലേ? അപ്പം നമുക്ക് ഓവർകം ചെയ്യാൻ മേലാത്ത വിഷയങ്ങളിൽ ആരുടെ സഹായം ചോദിക്കണം? കർത്താവ് പറയാണ്, ഞാൻ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് അപ്രോച്ചബിൾ ആണ്. എന്റെ തൊട്ടടുത്ത് അവൻ എന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ മന്ദിരം വെച്ചിരിക്കുന്നത് എന്റെ ഉള്ളിലാണ്. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. എനിക്ക് അപ്രോച്ചബിൾ ആണ്. എനിക്ക് ഏത് സമയത്തും പരിശുദ്ധാത്മാവിന്റെ ആ സഹായം ചോദിച്ചാൽ ദൈവവചനം പറയാണ് തത്സമയത്തെ സഹായത്തിന്. നമുക്ക് തത്സമയത്തെ ആ മൊമെന്റിൽ എനിക്ക് വേണ്ടിയ ആ സഹായം എന്ത് ചെയ്യും? ആര് തരും? പരിശുദ്ധാത്മാവ് എനിക്ക് തരും. നമ്മൾ പലപ്പോഴും ആക്സസ് ചെയ്യാത്തതാണ് നമുക്ക് കുഴപ്പം. നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം വിവേകത്തിലും നമ്മുടെ സ്വന്തം കഴിവിലും പലപ്പോഴും നമ്മൾ ഊന്നി മുമ്പോട്ട് പോകുകയാണ്. അതിന് പകരം ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഒന്ന് ചോദിച്ചേ. ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും റിഫ്രഷ് ചെയ്യണം. എന്നെ തന്നെ റിഫ്രഷ് ചെയ്യണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. എന്നിട്ട് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട പോലെ. ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന പോലെ അല്ല അടുത്ത ആൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ അളവ് അതെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ആ വിശ്വാസത്തിന്റെ അളവ് ജ്വലിപ്പിക്കാൻ തുടങ്ങണം. നോക്ക്, ഈ പത്രോസ് എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ നിന്നെ പാറ്റിക്കളയാൻ എന്നോട് അനുവാദം ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, ഇല്ല, അവനെ തൊടാൻ പറ്റത്തില്ല, പാറ്റിക്കളയരുതെന്നല്ല പറഞ്ഞേ, നീ വേണമെങ്കിൽ അവനെ നോക്കിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ വിശ്വാസം, അപ്പൊ വിശ്വാസമാണ് നമ്മൾ. അതുകൊണ്ട് ദൈവവചനം പറയും, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ. അപ്പൊ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഹോളിയാണ്. ഐ ഹാവ് എ ഹോളി ഫെയ്ത്ത്. അപ്പൊ ആ ഹോളി ഫെയ്ത്ത് എന്ത് ചെയ്യരുത്? കോംപ്രമൈസ് ചെയ്യരുത്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ആകാൻ. നോക്ക്, എവിടെയൊക്കെ നമ്മുടെ ചിലപ്പോൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും, വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും, വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ ജീവിതം, അതിനാ പോരാട്ടം എന്ന് പറയുന്നത്. അതല്ലേ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. നോക്ക്, പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ വിശ്വാസം കാത്തു. ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. ഞാൻ എന്റെ വിശ്വാസം എന്ത് ചെയ്തു? കാത്തു. ഞാൻ നല്ല പോലെ ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. എന്റെ വിശ്വാസം ചോർന്നു പോകുന്ന പല സമയങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്ത് ചെയ്തു? ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ്. ഞാൻ എന്റെ വിശ്വാസം കാത്തു. അവിടെ ഞാൻ ചോരാൻ സമ്മതിച്ചില്ല, അവിടെ ഞാൻ തകർന്നു വീഴാൻ സമ്മതിച്ചില്ല. ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. കാരണം എനിക്കറിയാം എന്റെ യാത്ര എങ്ങോട്ടാ. ഒരു ദിവസം ഞാൻ ഈ പ്രസംഗിക്കുന്ന കർത്താവിനെ ഞാൻ മുഖാമുഖമായി കാണേണ്ടതാണെന്ന് നല്ല ബോധ്യം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഇല്ല, ഞാൻ എന്റെ വിശ്വാസം കാത്തു. അപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഒരിക്കലും
കോംപ്രമൈസ്ഡ് ആകാൻ സമ്മതിക്കരുത്. നിങ്ങൾ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പം പല കാര്യങ്ങൾ അവരുടെ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് എടുക്കാവോ? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രാജാവ് ഒരു കാര്യം പറയുകയാണ്. ഇനി നീ ഇവിടുന്ന് ഭക്ഷണവും വീഞ്ഞും കഴിച്ചോളാൻ ദാനിയേലിനോട് പറയുകയാണ്. ഒന്ന് വായിച്ചേഷന. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് ഇത് മതി നോക്ക്. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി കഴിക്കാൻ നിയമിച്ചു. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് പറഞ്ഞതാരാ? രാജാവ്. രാജാവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് നീ നിന്ന് മുതൽ ഇവിടുന്ന് കഴിച്ച് ഇഷ്ടം പോലെ 4 അടിച്ച് നീ അങ്ങ് നടന്നോളാൻ പറയുമ്പോഴത്തേക്ക് അവിടെ ദാനിയേല് ഒരു തീരുമാനമുണ്ട്. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ എന്ത് ചെയ്യത്തില്ല, അശുദ്ധമാക്കത്തില്ല. ബിക്കോസ് ദിസ് ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മന്ദിരമാണ് ഇത്. അശുദ്ധമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഫേവർ ഇറങ്ങി വരും, അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരും, അവിടെ ചില വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. നോക്ക്, ആ വിശ്വാസം ഒരിക്കലും എന്ത് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത്. അശുദ്ധനാകാഞ്ഞുകൊണ്ടായിരിക്കും ആ സിംഹത്തിന്റെ വായെ പോലും അതാ അശുദ്ധനാകാഞ്ഞു അവിടെ തന്റെ വിശ്വാസത്തെ എന്ത് ചെയ്തില്ല, കോംപ്രമൈസ് ചെയ്തില്ല. സിംഹക്കുഴി ഇടുമെന്ന് പറഞ്ഞാൽ ആ സിംഹക്കുഴിയാണെങ്കിൽ സിംഹക്കുഴി, അവിടെ സിംഹത്തിന്റെ വായ അടയ്ക്കാൻ എന്റെ കർത്താവിന് പറ്റും. നോക്കി, നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. എടുക്കണ്ട ഷിന, ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നോക്ക്, ശദ്രക് മേശക് അബദ്രഹോം എന്ന് പറഞ്ഞ ബാലന്മാർ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവര് സമ്മതിച്ചില്ല. ദേ ഡിഡ്ന്റ് കോംപ്രമൈസ്. ഞങ്ങളുടെ ദൈവമുണ്ട്, ഞങ്ങളുടെ കർത്താവുണ്ട്. ആ കർത്താവിനെ വിട്ടിട്ട് ഒരു പരിപാടിക്കും ഇല്ല. രാജാവിനെ അല്ല ഞങ്ങൾ അനുസരിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. എന്നാൽ ഇപ്പൊ തീക്കകത്തിടും, ഞങ്ങൾ ചത്തുകളയും. ആ നോട്ട് ജീവൻ പോയാലും കുഴപ്പമില്ല, എന്ത് ചെയ്യത്തില്ല, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടത്തില്ല. അവര് തീക്കകത്ത് ഇട്ടു. നിങ്ങൾക്ക് കാര്യം അറിയാം പ്ലീസ്. നോക്ക്, അവർ കോംപ്രമൈസ് ചെയ്തില്ല. നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കി, ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിനെ നോക്കിക്കേ. ജോസഫ് നോക്ക്, ആ പോത്തിഫറിന്റെ ഭവനത്തിൽ പോത്തിഫറിന്റെ ഭാര്യ തന്നെ പ്രേരിപ്പിക്കുകയാണ്, തന്റെ കിടക്ക പങ്കിടാൻ തന്നെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ താൻ എന്ത് ചെയ്തില്ല, അതിന് വിട്ടുകൊടുത്തില്ല. തനിക്ക് അതുകൊണ്ട് താൻ തടവിലോട്ടാ പോയത്, ജയിലിലോട്ടാ പോയത്. ജയിലാണെങ്കിൽ ജയില്. നോക്കിക്കേ, കർത്താവിനെ വിട്ട്, എന്റെ വിശ്വാസം വിട്ട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ വിശ്വാസം വിട്ട് ഒരു കാര്യത്തിലും നിങ്ങൾ സ്റ്റെപ്പ് വെക്കരുത്. നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നന്മ വരണമെന്ന് ആഗ്രഹമുണ്ടോ, ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യരുത്, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നോക്ക്, യോസഫ് എന്ത് ചെയ്തു, ഹി റെസിസ്റ്റഡ് ഇറ്റ്. നോക്ക്, അവിടെ നോക്കുമ്പം അവിടെ ഈ സാഹചര്യം പലപ്പോഴും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയോ, സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തരും. പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരും. നോക്ക, ഒന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കുന്ന 3 കാര്യങ്ങൾ, ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, ഇതൊരു പ്രാവശ്യം അല്ലേ, ദിസ് ഇസ് ഫോർ വൺസ്, ഇതൊരു പ്രാവശ്യം അല്ലേ. പിന്നെ എല്ലാരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. നോക്ക, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഇതൊരു പ്രാവശ്യം അല്ലേ, എല്ലാരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്, ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. അല്ല, ഈ 3 നുണ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. നുണകൾ നമ്മളോട് പറയും. ഒന്ന്, ഇത് ഒരു പ്രാവശ്യം അല്ലേ. 2, ഏത് കാര്യമാണെങ്കിലും അതൊരു പ്രാവശ്യമല്ലേ. എല്ലാരും ഇതൊക്കെ തന്നെ. ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്, എല്ലാരും ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. അവന്റെ ഏറ്റവും വലിയ നുണയാണ്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ദൈവമക്കളോട് ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം? ഒന്ന്, വി റിഫ്ലക്ട് ഗോഡ്സ് ക്യാരക്ടർ. നമ്മൾ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരാണ്. ഈ ലോകത്തിൽ യേശുവിന്റെ പകരക്കാരായി അവനായിരിക്കുന്ന പോലെ നാമും ഈ ലോകത്തിലാകുന്നു. കർത്താവിന്റെ പകരക്കാരായിട്ടാണ് നിൽക്കുന്നത്, കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായിട്ടാണ് നിൽക്കുന്നത്. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ്. ഞാൻ കർത്താവിനെ
കർത്താവിനെ പ്രതിബിംബിക്കുന്ന വ്യക്തിയാണ്. നോക്ക്, ഇരുട്ടിന്റെ അകത്ത് വെളിച്ചമായിട്ടാണ്. 2, ഇരുട്ടിന്റെ അകത്ത് ഒരു വെളിച്ചമായിട്ട് കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇരുളുള്ളിടത്ത് വെളിച്ചം കൊണ്ടുവരാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. നോക്ക്, അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവിൽ ഉത്സാഹിപ്പിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ വീണുപോയിട്ട് മറ്റാരെയും നമുക്ക് ഉത്സാഹിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ കർത്താവിൽ നിന്ന് വിരോധമായി ജീവിച്ചിട്ട് ആരോടെങ്കിലും കർത്താവ് നല്ലവനാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറയാൻ സാധിക്കുമോ? അതാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക്. ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യരുത്? ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഈ നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുമ്പം ഇറ്റ് ബ്രിങ്സ് ടെമ്പററി കംഫർട്ട്. അന്നേരത്തെ ഒരു സുഖം കിട്ടും, അന്നേരത്തെ ഒരു സന്തോഷം കിട്ടും. ബട്ട് സ്റ്റാൻഡിങ് ഫേം ഇൻ ഫെയ്ത്ത് ബ്രിങ്സ് എറ്റേണൽ റിവാർഡ്. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, നോക്ക്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് കോംപ്രമൈസ് ചെയ്യുമ്പോൾ അന്നേരം ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടും, താൽക്കാലികമായ ഒരു സുഖം കിട്ടും, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു നന്മ നമുക്കുണ്ടാകും. പക്ഷെ ആ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാതെ ഇരുന്നാൽ ദിസ് ഇസ് എറ്റേണൽ. ഇത് കേവലം ഒരു ചെറിയ പീരീഡിലേക്കല്ല. ഇത് നോക്കി, ഇരുട്ടി വെളുക്കുന്ന പോലെ അവർ കേവലം അവനോടുകൂടെ എന്നും വാസം ചെയ്യാനുള്ളവരാണ് ഞാനും നിങ്ങൾ. ഇറ്റ് ഗിവ്സ് യു എൻ ഇറ്റേണൽ റിവാർഡ്. പലരുടെയും ചോദ്യമാണ് ഹൗ ടു റെസിസ്റ്റ്. എങ്ങനെ ഇതിനെ എനിക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കും? ഒന്ന്, ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ഗൈഡ് യു. ദൈവത്തിന്റെ വചനം എന്നെ ഗൈഡ് ചെയ്യും. എല്ലാവർക്കും ആഗ്രഹം ഉയർച്ച പ്രാപിക്കണം, എല്ലാവർക്കും ആഗ്രഹം നന്മ ഉണ്ടാകണം, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് തന്നെയായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. നോക്ക്, 100 കാര്യം വരും, നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ പറ്റുന്ന 100 കാര്യം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഒരു കാര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഒരനുഭവം നിങ്ങൾക്കുണ്ടോ? യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തള്ളിക്കളയരുത് കേട്ടോ. എനിക്ക് എങ്ങനെ ഫെയ്ത്ത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കാൻ പറ്റും? വൺ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. എനിക്ക് ഓരോ ദിവസവും എന്നെ ബലപ്പെടുത്തുന്ന, ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാനൊരു പെർഫെക്റ്റ് ആകാൻ ഞാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മ ഓരോ ദിവസവും ഇന്നത്തേലും ബെറ്റർ ആയിട്ട് അടുത്ത മൊമെന്റിൽ എന്നെ നിർത്തുമെന്ന് എനിക്കറിയാം. നമ്മൾ ഒന്നിച്ച് ഈ വേസ്റ്റ് ഞാൻ എല്ലാം അങ്ങ് തികഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുകയല്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവവചനം ഇരുവായി തലയുള്ള വാളാണ്. ഇത് എന്നെയും എന്ത് ചെയ്യുകയാണ്? എന്നെ മുറിക്കുകയാണ്, എന്നോടും കൂടെ സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണം. ആദ്യം ഒന്ന്, ഹാവ് എ ഡീപ്പർ റിലേഷൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവമാണ്, ഇറ്റ്സ് ഗോഡ് ഹിംസെൽഫ്. ഹാവ് എ പേഴ്സണൽ റിലേഷൻ. ആ വ്യക്തിപരമായ ബന്ധം അത് കർത്താവുമായിട്ടുണ്ടായിരിക്കണം. ആ വേർഡ് ഒന്ന് നോക്കി. എന്റെ വചനം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. 1:22 യാക്കോബ് 1:22 പറയുന്നത് പോലെ നമ്മൾ കേവലം വചനത്തിന്റെ കേൾവിക്കാർ മാത്രമാകാതെ ആ വചനം പ്രമാണിക്കുന്നവർ. കേട്ടു, ഇന്ന് കേട്ട വചനം എന്റെ ജീവിതത്തിൽ എന്ത് ഗുണം ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഇന്ന് കേട്ട വചനം ഞാൻ അപ്ലൈ ചെയ്തോ? വിക്സ് മേശപ്പുറത്തിരുന്ന തലവേദന പോവോ? വിക്സ് അപ്ലൈ ചെയ്യണ്ടേ? ഒരു തലവേദന വന്നാൽ എന്ത് ചെയ്യണം? വിക്സ് അപ്ലൈ ചെയ്യണം അല്ലേ? എന്ന് പറഞ്ഞതുപോലെ കേട്ട വചനം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ? ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് ഇറ്റ്, അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. 2, ദ ഹോളി സ്പിരിറ്റ് വിൽ എംപവർ അസ് ടു ഓവർകം ഓൾ അവർ ടെംപ്റ്റേഷൻസ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. വിശ്വാസം കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. 3, ഫെലോഷിപ്പ് വിത്ത് കോ ബിലീവേഴ്സ്. നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ട്, കൂട്ടു സഹോദരങ്ങളുമായിട്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആവർത്തിച്ച് പറയുക, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലം എന്റെ കൂട്ടായ്മയാണ്, എന്റെ കൂട്ടു സഹോദരങ്ങൾ. ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് സ്റ്റേജിൽ ശുശ്രൂഷിക്കുന്നുണ്ട്.
എന്റെ ഏറ്റവും വലിയ ധൈര്യം എന്നാണെന്നറിയോ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങൾ, കർത്താവ് അവരെ നടത്തിയ വഴികൾ, അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ആ ഫെലോഷിപ്പ്, അവരുമായിട്ടുള്ള ആ ബന്ധം. ഞാൻ ഈ ലോകത്തിന്റെ വഴികളിലായിരിക്കുന്നെങ്കിൽ നാളെ ഞാൻ ബാർ കൗണ്ടറിലാണ് പോയിരിക്കുന്നത്. ഞാൻ മദ്യപാനത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചതാണ്. ഞാൻ നാളെ ഒരു ബാർ കൗണ്ടറിലാണ് പോയിരിക്കുന്നു എങ്കിൽ ഞാൻ അതിലോട്ടായിരിക്കും. ഞാൻ ഏതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നോ അതായിരിക്കും എന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഞാൻ യേശുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോ, എന്റെ കൂട്ടു സഹോദരങ്ങളുമായിട്ട്, നമ്മൾ പറയുകയല്ലേ, നമ്മുടെ പണ്ടൊക്കെ പറയായിരുന്നു, നമ്മുടെ കമ്പനിയാണ് നമ്മളെ അഴുക്കാക്കുന്നതെന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ക്ഷീണാക്കി ചിരി വരും അത് പറയും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അമ്മ പറയും, അയ്യോ അവനൊരു വെറും പാവ, നമ്മുടെ മോന്, അവന്റെ ആ കൂട്ടുകാരാ അവനെ അഴുക്കാക്കുന്നത്. ഞങ്ങളുടെ അച്ചായൻ ഉടനെ പറയുന്ന ഒരു കാര്യമാണ്, ഇടി നിനക്ക് ഒരു കുന്നും അറിയത്തില്ല, എടി പൊട്ടി, നിനക്കൊന്നും അറിയത്തില്ല, അവനാണ് അവരെ എല്ലാം കൂടി അഴുക്കാക്കുന്നത്. അപ്പൊ അന്നല്ല നമ്മൾ പറയും ബാഡ് കമ്പനി. നോക്ക്, നമ്മുടെ കൂട്ട്, നമ്മള് ഈ തങ്കുറോർ ഇടയ്ക്ക് പറയും കൂട്ടുകാരെ തമ്മിൽ കർത്താവ് വേർതിരിക്കത്തില്ലെന്ന്, അല്ലെ? നമ്മൾ പലതിനോടും നമ്മൾ ആകൃഷ്ടരാകുവാണെങ്കിൽ അതുമായിട്ടാണ് നമ്മുടെ ബന്ധമെങ്കിൽ അത് നമുക്ക് വിട്ടുപോരാൻ പറ്റത്തില്ല. നേരെ മറിച്ച് നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളും ഒക്കെ ആയിട്ട്, അവരുമൊക്കെ ആയിട്ട് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അവരുമായിട്ട് ഷെയർ ചെയ്ത് ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് നിലനിൽക്കാൻ. ഞാൻ 3 കാര്യങ്ങളാണ് നിലനിൽക്കാൻ പറഞ്ഞു. 1, കർത്താവിന്റെ വചനവും ആയിട്ടുള്ള ബന്ധം. 2, ഹോളി സ്പിരിറ്റ് എന്നെ സഹായിക്കും. 3, എന്റെ കൂട്ടു സഹോദരങ്ങൾ, എന്റെ കൂട്ടായ്മ എന്നെ സഹായിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. ഞാനൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ്, ഞാൻ ഈ ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഐ വാസ് സ്ട്രഗ്ലിങ്. എൻ്റെ 2 മുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും പ്രയാസമായിരുന്നു. നോക്ക്, എൻ്റെ 2 കാൽമുട്ടുകളും അതിശക്തമായ വേദന. ഞാൻ 5 വർഷം മുമ്പേ ഡോക്ടറെ കാണിച്ചു. അതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്തു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞു ഇത് റീപ്ലേസ് ചെയ്യണം, 2 മുട്ടും റീപ്ലേസ് ചെയ്യണം. എനിക്ക് അതിശക്തമായ വേദനയായിരുന്നു. എനിക്ക് നടക്കാൻ മേല. ഞാൻ നീ പാഡ് വർഷങ്ങളായിട്ട് ഞാൻ നീ പാഡ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നീ പാഡ് ഉപയോഗിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു വീഴ്ചയും കൂടെ വീണ് കാലയിൽ ഒരു 3 ഒടിവുകൂടെ പറ്റി. അത് കഴിഞ്ഞപ്പം എനിക്ക് അതിനേക്കാൾ വേദന വളരെയധികം എനിക്ക് വർദ്ധിച്ചു. എനിക്ക് നടക്കാൻ മേലാത്ത ആ സമയം പെട്ടെന്ന് എനിക്ക് യു കെ മീറ്റിംഗ് പോകാൻ ഞാൻ ഷീനോട് പറഞ്ഞു, ഷീന എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഒട്ടും നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുപോലെ എനിക്ക് വേദനയാണ്, എൻ്റെ 2 മുട്ടുകളും എനിക്ക് സ്റ്റെപ്പ് പോലും എനിക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ വളരെ വെല്ലുവിളികളിലൂടെയാണ് എൻ്റെ മുട്ട് 2ഉം റീപ്ലേസ് ചെയ്യേണ്ട ഒരു രീതിയിൽ കടന്നു പോവുക. അപ്പൊ ഞാൻ അന്നൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചു പറയും, ഇല്ല, ഈ മുട്ടുവെച്ച് തന്നെ ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും. പല മീറ്റിങ്ങുകളും നോക്ക്, ഈ കാൽ ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റു പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ദേവദാസന്മാരെ, ഞാൻ തങ്കുബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, തോമസുട്ടുകാരനെ കൊണ്ട് പല ദേവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കൊരു സൗഖ്യം വേണം, ഐ നീഡ് എ ഹീലിംഗ്. എന്നാൽ ഈ ട്രബിളിൽ ഇത് മുമ്പോട്ട് ഇങ്ങനെ പോകുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ദിവസം എനിക്ക് ഐ ഫീൽ നോ പെയിൻ. എൻ്റെ മുട്ടുകൾക്ക് 2നും വേദനയില്ല. ഇതെപ്പോഴാ സൗഖ്യമായെന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതിന് തൊട്ടു മുമ്പ് കോട്ടയത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം നീ പാഡ് ഉപയോഗിക്കാതെ ഞാൻ വെളിയിൽ പോയി. ഞാൻ വെളിയിൽ പോകുമ്പോൾ ഞാൻ നീ പാഡ് ഇട്ടോണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ 2 കാലും പാഡ് ഇട്ടോണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നടക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യരുത്. വേണമെങ്കിൽ എനിക്ക് പോയി സർജറി ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോയി 2 മുട്ടും അത് റീപ്ലേസ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ്, പക്ഷേ സ്റ്റിക്ക് ഓൺ. നമ്മുടെ വിശ്വാസം നമ്മളെ വെല്ലുവിളിക്കുന്ന സമയങ്ങൾ വരും. എനിക്ക് മാത്രം എന്തുകൊണ്ടാ കിട്ടാത്തത് എന്ന് വെല്ലുവിളിക്കുന്ന സമയങ്ങൾ വരും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ വിട്ടുകൊടുക്കരുത്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പേ എനിക്ക് ഭയങ്കര നാണക്കേടുണ്ടായി. ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിലോട്ട് സ്റ്റെപ്പുകൾ കയറണം. എനിക്ക് കയറാൻ നേരത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ സ്ലിപ്പാകുന്നു. ഞാൻ നടക്കുന്ന കണ്ട ഒരു സെക്യൂരിറ്റി ഓടി വന്ന് എന്നെ പിടിച്ചു. ഒരു പ്രായമുള്ള ആളെ പിടിച്ചു കയറ്റുന്നത് പോലെ ഈ സെക്യൂരിറ്റി എന്നെ പിടിച്ചു സാറേ, കാലിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നോക്ക്. മനുഷ്യ ഞാൻ പലപ്പോഴും 8-10 എന്ന് പറഞ്ഞാണ്
എന്നെ നടപ്പ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും, എന്നാ ബ്രദറെ കാലിന് കുഴപ്പമുണ്ടോ, മുട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ കഴിഞ്ഞ 3 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് 3-4 days ആയി, ദർ ഇസ് നോ പെയിൻ. എന്റെ നടപ്പ് ശരിയായി. ഷീന പറയുന്നത് നല്ലവണ്ണം ഇപ്പൊ നടക്കുന്നത്. എന്റെ നടപ്പ് ശരിയായി. നോക്ക്, ഡിവൈൻ ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ? കർത്താവ് സൗഖ്യമാക്കാൻ മതിയായവനാ. അവൻ അത്ഭുത മന്ത്രിയാ. നമ്മുടെ വിശ്വാസമൊക്കെ വിട്ട് നമ്മൾ അതിനുവേണ്ടി ചിലപ്പോ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ ഇന്നാള് UK പോയപ്പോൾ ആരണ്ട് പറഞ്ഞു, ബ്രദറിന് കാലം മേലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വീൽ ചെയർ. ഞാൻ പറഞ്ഞു, വീൽ ചെയർ ഒന്നും ഞാൻ പറയത്തില്ല, വീൽ ചെയർ ഒന്നും ഞാൻ പറയത്തില്ല. വീൽ ചെയറിൽ പോകാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ മുട്ട് സൗഖ്യമാകുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, സമാധാന സുവിശേഷം കാലിനെ സൗഖ്യമാക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് സുവിശേഷത്തിന് പ്രയോജനമാകാൻ പോവുകയാണ്. ഒരു എക്സ്ട്രാ മൈലും കൂടി ഓടാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. അതെന്താ, എവിടെയാണ്? ഇന്നലെ ചർച്ചിൽ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ വേറെ 2 പേരും കൂടെ ചർച്ചില് അതിന്റെ കഴിഞ്ഞ സൺഡേ സർജറി പറഞ്ഞിരുന്ന വേറെ 2 പേരും കൂടെ മുമ്പോട്ട് വന്ന് സൗഖ്യമായവർ സാക്ഷ്യം പറഞ്ഞു. 2 മുട്ടിനും സർജറി പറഞ്ഞ അമ്മച്ചിമാര്, 2 മുട്ടിനും സർജറി പറഞ്ഞിരുന്ന അമ്മച്ചിമാര്, ഞങ്ങളുടെ കാലിന്റെ വേദനയും പോയി, ഞങ്ങളും സൗഖ്യമായി. ഞാൻ പറഞ്ഞത് ഡോണ്ട് കോംപ്രമൈസ്. നോക്ക്, വിട്ടുകൊടുക്കരുത്, ബലം പിടിക്കണം. ഇല്ല, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മുട്ട് വെച്ച് തന്നെ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കും. അതൊരു തീരുമാനമായിരിക്കും. ഇല്ല, ഞാൻ വിശ്വാസം വിട്ട ഒരു കാര്യം. പലരും പല കാര്യങ്ങൾ പറയും, നീ ഇപ്പോഴും അവിടെ തന്നെയാണോ പോയത്, ഇതൊക്കെ പറയും. ഇല്ല, ചിലര് ഞാൻ ഇത് പ്രത്യേകം എനിക്ക് പറയണം. ചിലര് മോളെയൊക്കെ കെട്ടിക്കാൻ നേരത്ത്, എന്റെ പൊന്നെ, നീ ഇതിന്റെ അകത്തൊന്ന് നിന്ന് നോക്കിക്കോ. എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്നവരെ അറിയാം. അങ്ങനെ കല്യാണം ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല. പക്ഷെ നിങ്ങളുടെ വിശ്വാസം വിട്ട്, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ വിശ്വാസം വിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പോയി കല്യാണം കഴിപ്പിക്കുക, പിന്നെ കൗൺസിലിങ്ങിനും വട്ടത്തിൽ കറങ്ങി നടക്കും. ഡോണ്ട് കോംപ്രമൈസ്. ഏറ്റവും ബെസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചു. മരിച്ചു നോക്ക്. നിങ്ങളൊന്ന് മരിച്ചു നോക്ക്, എങ്ങനെ അടക്കും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചുമ്മാ ചിന്തകൾ കൊണ്ടുവന്ന്, അയ്യോ ഞങ്ങളുടെ കുടുംബക്കല്ലറ അവിടെ കിടക്കുന്നു, ഞങ്ങളുടെയൊക്കെ കിടപ്പുണ്ട് അവിടെ. പണ്ട് ഈ ഒരു ബ്രദർ നമ്മുടെ ആരായിരുന്നു വിശ്വാസത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആരാണ്ട് ഒരു സഹോദരന്മാരോട് പറഞ്ഞു, എടോ നിന്റെ കുടുംബക്കല്ലറയൊക്കെ വിട്ടാണോ നീ പോകുന്നത്? ഉടനെ ഈ ബ്രദർ പറഞ്ഞു, അത് അച്ചായൻ്റെ എടുത്തോളാം. ഞാൻ അടക്കപ്പെടാനുള്ള ആളല്ല, ഞാൻ എടുക്കപ്പെടാനുള്ള ഒരാളാണ്. That's my faith. ഞങ്ങളൊക്കെ വിശ്വാസത്തിലിറങ്ങിയപ്പോ ആദ്യം ഇതൊക്കെയായിരുന്നു ചോദ്യം, മരിച്ചാ എവിടെ അടക്കും? ഇന്ന് പിന്നെ സ്വർഗീയ വരുന്നില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും കല്ലറയൊക്കെ കല്ലറയൊന്നും ഇല്ല. ഒരു കല്യാണം പോലും നടത്തിയിട്ടില്ല, ഒരു മരണം പോലും സ്വർഗീയ വിരുന്നിൽ നടന്നിട്ടില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞ മരണവും കല്യാണവും ഒക്കെ നടത്താൻ തുടങ്ങിയത്. പക്ഷെ ആ കർത്താവിന്റെ കയ്യിലോട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിക്കും? ഒന്നിനും കുറവ് വന്നില്ല, എല്ലാം ബെസ്റ്റ് ആയിട്ട് നടക്കും. ജസ്റ്റ് ബിലീവ് ഇൻ ഹിം, റെസ്റ്റ് ഇൻ ഹിം. വിശ്വസിച്ചാൽ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് കർത്താവാണ്. തലമുറ, ഇന്നലെ യൂത്ത് സഭായോഗമായിരുന്നു. ഇന്നലെ നിങ്ങൾ ഇതിന്റെ അകത്തുണ്ട് സഭായോഗമുണ്ട്. നമ്മുടെ യൗവനക്കാർ, അടുത്തൊരു തലമുറ എഴുന്നേറ്റ് നിന്ന്, ഈ അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ, എന്റെ ഈ വീഡിയോ ഒക്കെ ഉണ്ട്, ഓരോ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട് സെറ്റിയുടെ മേളിൽ കയറി നിന്നാണ് പ്രസംഗിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ 6-7 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ സെറ്റിയുടെ മേളിൽ കയറി നിന്ന് എന്ത് ചെയ്യുക, പ്രസംഗിക്കുക, വചനം പറയുക, പാട്ട് പാടുക, ആരാധിക്കുക, എല്ലാം അവർ ചെയ്യുകയാണ്. നോക്ക്, ദൈവം എങ്ങനെ ഉയർത്തുന്നേ. അടുത്ത ജനറേഷൻസ് അവരെ കർത്താവ് എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് us stand firm for faith. ആ വിശ്വാസത്തിൽ ഉറച്ച് നിന്നേ. അതിനെ കോംപ്രമൈസ് ചെയ്ത് കളയരുത്. ചില കാര്യങ്ങൾ വരുമ്പോ ഇട്ടെറിയാൻ തോന്നുമ്പോ ഓർത്തോണം, അത്ഭുതത്തിന്റെ തൊട്ടടുത്താ നിങ്ങൾ. നമ്മുടെ ബിറ്റ്വീൻ ദ സ്പൂൺ ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്ന ആ അകലത്തിലാണത് നിൽക്കുന്നത്. അവിടെ പിശാച് പ്രേരിപ്പിക്കും, ഇട്ടെറിഞ്ഞിട്ട് ഇതൊരു പ്രാവശ്യം അല്ലേ, ഇതാരും കാണുന്നില്ലല്ലോ, ഇങ്ങനെ തന്നെയല്ലേ ലോകം. അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാമല്ലോ, ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ. അതിനൊന്നും കർത്താവിന് കുഴപ്പമില്ല. ആർക്ക് വേണേലും വരാം. കർത്താവ് സ്നേഹിക്കുന്നവൻ.
ഇപ്പം വിട്ടുപോയെങ്കിൽ മടങ്ങി വരാം, ഒന്നും ഒരു കുഴപ്പമില്ല. മടങ്ങി വരാമെന്നല്ല, മടങ്ങി വരണം. കം ബാക്ക്. കർത്താവിൽ നിന്ന് അകന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കം ബാക്ക്. അവൻ രണ്ട് കൈയും നീട്ടി എന്നെ നിങ്ങളെ നോക്കി. ജീസസ് ക്രൈസ്റ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. നോക്ക്, ശിഷ്യന്മാരെ തെരഞ്ഞു പിടിച്ചോണ്ട് കർത്താവ് വന്നില്ലേ? ഇവന്മാര് 12 പേര്, ഇവന്മാര് കൊള്ളത്തില്ല, വേറെ 12 പേരെ തെരഞ്ഞെടുക്കാമെന്ന് കർത്താവ് വിചാരിച്ചോ? ഇല്ല. അങ്ങനെ കർത്താവ് അങ്ങനെ തള്ളുന്ന ഒരു കർത്താവല്ലെന്നേ. തള്ളുന്ന കർത്താവല്ല, കൊള്ളുന്ന കർത്താവ്, എന്നെ കൈക്കൊള്ളുന്ന കർത്താവ്. സോ ലെറ്റ് us pray. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഡോണ്ട് കോംപ്രമൈസ്. രക്ഷ നമുക്ക് സൗജന്യമായി കിട്ടി അല്ലേ? നമ്മളെല്ലാരും രക്ഷപ്പെട്ട യേശുവേ എന്ന് വിളിച്ചപ്പോ നമുക്ക് സൗജന്യമായി. പക്ഷെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കും. അതാ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, നിങ്ങൾ ദാനമായി വിശ്വാസം, നിങ്ങൾക്ക് ദാനമായി കിട്ടിയ വിശ്വാസം. കർത്താവ് തന്നെ തന്റെ പരിസ്ഥിതി നോക്ക്, അല്പവിശ്വാസി എന്ന് പറയുന്നുണ്ട് അല്ലെ? എന്നാൽ വേറെ ചിലത്ത് ഇത്ര വലിയ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം വലുത്. കർത്താവ് എന്നെ നിങ്ങളെ നോക്കുമ്പോ ഏത് വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് ഓർത്തോ? നമുക്ക് തന്നെ ചിന്തിക്കാം. നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അല്പവിശ്വാസിയാണോ? കോംപ്രമൈസ് ചെയ്യാം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി, എന്നെ സഹായിക്കണേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ, എന്നെ സഹായിക്കണേ വചനത്തിൽ വിശ്വസിക്കാൻ, അതിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാൻ എന്നെ സഹായിക്കണേ. നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മളും ഇത്രയും നാളിൽ ഒന്നുമല്ല. The Holy Spirit helped us. അല്ല, ഞാൻ കഴിവെന്ന് പറഞ്ഞ് ഞാൻ പറയല്ലേ, ഇന്ന് നമ്മളാരും പെർഫെക്റ്റ് അല്ല. പല വീഴ്ചകളും ഉണ്ട്, പല കുറവുകളും ഉണ്ട്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോൾ തോറും ഒന്നുകൂടെ ബെറ്റർ ആകാൻ, ഇന്നത്തെയിലും ബെറ്റർ ആകാൻ നാളെ അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. പിശാചിന്റെ നുണകളിലൊന്നും കുടുങ്ങിപ്പോകരുത്. ലെറ്റ് us pray. അയ്യോ, ഇന്ന് VBS തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. VBS ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ഒരാഴ്ച VBS ആണ്. ഒത്തിരി കുഞ്ഞുങ്ങൾ നോക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് VBS എന്ന് പറയുന്ന പിള്ളേർക്ക് നമുക്ക് കുഞ്ഞൊക്കെ ആയിരുന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഒന്നിച്ച് പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, ഗെയിംസ്. ഇന്നും സന്തോഷം. പോവാൻ പോവുക. ആ പ്രായത്തിൽ നിന്നാ മതി. ഒത്തിരി അങ്ങ് പ്രായമായി പോകാതെ നിങ്ങൾ ശിശു പറഞ്ഞ പോലെ, ശിശുക്കളെ പോലെ തിരിയാൻ പറഞ്ഞ പോലെ, ആ ശിശുക്കളെ പോലെ ഒന്ന് തിരിഞ്ഞ് ആ ഹൃദയം, കുഞ്ഞുങ്ങളുടെ ഹൃദയം അതുണ്ടായാൽ മതി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വീടുകളെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അടിയന് ഒരു അത്ഭുത സൗഖ്യമാണ് ലഭിച്ചത്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യു ആർ ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വെല്ലുവിളിയായിട്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സർജറികളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഹാർട്ട് കണ്ടീഷൻസ് നോർമലാകാൻ കൽപ്പിക്കുന്നു. ലിവറിന്റെ പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. കിഡ്നി യേശുവിന്റെ നാമത്തിൽ, ക്രിയാറ്റിൻ ലെവൽ നോർമലാകട്ടെ. എല്ലാ റീനൽ ഇമ്പയർമെന്റും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. സാമ്പത്തികമായ വെല്ലുവിളികളെല്ലാം മാറട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ ബ്ലെസ്ഡ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നിറവിനോളം കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ ദ വേസ് ടു പ്രോസ്പറിൽ ഇന്ന് 4ാമത്തെ കാര്യം, ഡോണ്ട് കോംപ്രമൈസ് യുവർ ഫെയ്ത്ത്. സോ ഈ ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് യു ഷുഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. വി ലവ് യു ആൻഡ് പ്രേ ഫോർ us ഓൾസോ. VBS ഓർത്തും പ്രാർത്ഥിക്കണം. God bless you. Have a wonderful day. God bless you.